ചങ്ങനാശ്ശേരി രൂപത ITV ന്യൂസിനെതിരെ നടത്തുന്ന സൈബർ ആക്രമണത്തിന്റെ യാഥാർത്ഥ്യം. കഴിഞ്ഞ 2 ദിവസമായി ചങ്ങനാശ്ശേരി അതിരൂപത മാധ്യമങ്ങളിലൂടെ ITV ന്യൂസിനെതിരെയും എനിക്കെതിരെയും വലിയ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രൂപതയുടെ ചില പ്രചരണങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തരികയുണ്ടായി. സഭയുമായി ബന്ധപ്പെട്ട ചാനലുകളിലും സഭയുടെ പരസ്യങ്ങൾ കൈപ്പറ്റുന്ന മനോരമയടക്കമുള്ള മാധ്യമങ്ങളുമാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരി രൂപതയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗം നൽകിയ ഈ പത്രക്കുറിപ്പ് അനുസരിച്ചാണ് വാർത്ത വന്നത്. ഈ പത്രക്കുറിപ്പ് അനുസരിച്ച് മനോരമ നൽകിയ വാർത്ത ഞാൻ ഒന്ന് വായിക്കാം. അപകീർത്തികരമായ വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് കോടതി. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അനുകൂല വിധി തിരുവനന്തപുരം അഡീഷണൽ മുൻസിഫ് കോടതിയിൽ നിന്ന്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിനെതിരെ ഒരാൾ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ച അപകീർത്തികരമായ വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് തിരുവനന്തപുരം അഡീഷണൽ മുൻസിഫ് കോടതി ഉത്തരവിട്ടു. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി സുനിൽ മാത്യു തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ച വീഡിയോ പിൻവലിക്കണമെന്നാണ് ഉത്തരവ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലൂർദ് മാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനും രക്ഷാധികാരിയായ മാർ തോമസ് തറയിലിനും എതിരെയായിരുന്നു പരാമർശങ്ങൾ. ഭരണഘടന നൽകുന്ന സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും മറ്റൊരാളെ അപമാനിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമല്ലെന്ന് നിരീക്ഷിച്ചാണ് കോടതി ഉത്തരവ്. ഈ പത്രവാർത്ത കണ്ട് പലരും എന്നെ വിളിക്കുകയുണ്ടായി. കാര്യം എന്താണെന്ന് തിരക്കി. ഇപ്രകാരം വലിയൊരു പ്രൊപ്പഗണ്ട സഭ നടത്തിയ സ്ഥിതിക്ക് ITV ന്യൂസ് പ്രേക്ഷകരോട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയേണ്ടുന്ന ബാധ്യത ഞങ്ങൾക്കുള്ളതിനാൽ ഞാൻ ആ വിശദീകരണം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാർത്തയിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ ഇല്ലെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിയമവാഴ്ചയുള്ള നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ മറ്റൊരാളെ കൊണ്ടോ മറ്റൊരു പ്രസ്ഥാനത്തെ കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായാൽ അവർക്ക് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാം. നമ്മുടെ ബുദ്ധിമുട്ട് അറിയിക്കുകയും ചെയ്യാം. കോടതി ഇരുകൂട്ടരുടെയും ഭാഗം കേട്ട് ഒരു തീരുമാനമെടുക്കും. അതൊരാൾക്ക് അനുകൂലമാകാം, മറ്റൊരാൾക്ക് പ്രതികൂലവുമാവാം. വിധി പ്രതികൂലമാകുന്ന ആൾക്ക് ആ വിധിയെ മേൽക്കോടതികളിൽ ചലഞ്ച് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നു. കോടതി വിധി സഭയുടെ തിട്ടൂരം പോലെയല്ല. മെത്രാന്മാരുടെ വാറോലകൾ കുഞ്ഞാടുകൾ കുനിഞ്ഞു നിന്ന് കുരിശു വരച്ച് അനുസരിച്ചേ പറ്റൂ. എവിടെയും ഒരു അപ്പീൽ ഓപ്ഷൻ ഇല്ല. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളുടെ കാര്യം അങ്ങനെയല്ല. പരമോന്നത കോടതിയായ സുപ്രീം കോടതി വരെ പോകുവാനുള്ള അവകാശം നമുക്കേവർക്കുമുണ്ട്. അത് ആരുടെയെങ്കിലും ഔദാര്യമാണോ? അല്ല. ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന അവകാശമാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം അഡീഷണൽ മുൻസിഫ് കോടതി 3 പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവ് കണ്ട് ഇത്രയും തുള്ളിച്ചാടണോ കുത്തിമറിയണോ എന്നാണ് ഈ ഉള്ളവന്റെ എളിയ ചോദ്യം. ഈ വിധിയെ ജില്ലാ കോടതിയിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തന്നെ ചോദ്യം ചെയ്യാം എന്നിരിക്കെ എന്തിനാണ് ഇത്രയും കുത്തിമറിച്ചിൽ എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ അങ്ങനെ പോകാൻ പ്രാപ്തിയുള്ളവരും പോകുന്നവരുമാണെന്ന് അറിയാമെന്നിരിക്കെ ഇത്രയുമൊക്കെ വേണോ പിള്ളാച്ച എന്നാണ് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ITV ന്യൂസ് നൽകിയ വാർത്ത എന്തിനെക്കുറിച്ചായിരുന്നു, എന്തായിരുന്നു എന്ന് ചുരുക്കത്തിൽ പരിശോധിക്കാം. ITV ന്യൂസ് വാർത്ത നൽകിയത് തറയിൽ ബിഷപ്പിനെയോ ചങ്ങനാശ്ശേരി രൂപതയെയോ ഇവരുടെ തിരുവനന്തപുരത്തെ ലൂർദ് മാതാ കെയർ സെന്ററിനെയോ അപമാനിക്കുവാനോ അപകീർത്തിപ്പെടുത്തുവാനോ ആയിരുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കി പറയാം. PVLC എന്ന അനാഥയായ വൃദ്ധയ്ക്ക് ജീവിതകാലം മുഴുവൻ മികവുറ്റ പരിചരണവും സംരക്ഷണവും വാഗ്ദാനം ചെയ്ത് അവരുടെ ആജീവനാന്ത സമ്പാദ്യമായ 3 കോടി രൂപ കൈപ്പറ്റിയതിന്റെ തെളിവിലേക്കായി ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാനായിരുന്ന തോമസ് തറയിലും ആ കാലയളവിലെ ലൂർദ് മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്ന ജോസ് വിരിപ്പേൽ പാദ്രിയും ഡയറക്ടറായിരുന്ന റോണി മാളിയേക്കൽ പാദ്രിയും ചേർന്ന് തയ്യാറാക്കി ഒപ്പിട്ട് നൽകിയ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങളുടെ വാർത്ത. പണം വാങ്ങിയെടുത്ത് വിശ്വാസവഞ്ചന കാണിക്കുക മാത്രമല്ല തന്നെ സ്ലോ പോയിസൺ ചെയ്ത് കൊല്ലുവാൻ ശ്രമിച്ചു എന്ന LCയുടെ വെളിപ്പെടുത്തലും ഇന്റർവ്യൂവുമാണ് ഞങ്ങൾ നൽകിയത്. വാർത്തകളെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. അതെങ്ങനെ അപകീർത്തികരമാകും? 2019 നവംബർ മാസം 21-ാം തീയതി തയ്യാറാക്കിയ ഈ എഗ്രിമെന്റ് വ്യാജമാണെന്നോ ഇത് കള്ളമാണെന്നോ തറയിൽ പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. ഇത് വ്യാജമാണെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ 6 വർഷമായിട്ടും LCക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല? പണം കൈപ്പറ്റിയിട്ടുണ്ട്, 1,60,00,000 ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ എന്ന് പരാതിക്കാരനായ ലൂർദ് മാതാ കെയർ സെന്ററിന്റെ ഡയറക്ടർ ഞങ്ങളോട് വെളിപ്പെടുത്തിയതടക്കം ഞങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. അതുപോലെ തിരുവനന്തപുരം PMG ലൂർദ് ഫൊറന പള്ളിയിരിക്കുന്ന 63 സെന്റ് സ്ഥലം AN സത്യനേശിനെ കബളിപ്പിച്ച് കരസ്ഥമാക്കിയതാണെന്നുള്ള മകന്റെ പരാതിയും ഞങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. രജിസ്ട്രേഷൻ IG
ആ സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ വ്യാജരേഖകളാണെന്ന് കണ്ടെത്തി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നുള്ളതടക്കമുള്ള നിരവധി തെളിവുകളും ഞങ്ങൾ നൽകിയിരുന്നു. നിലവിൽ തിരുവനന്തപുരം മുൻസിഫ് കോടതി 1 ഈ വിഷയത്തിൽ 2 കേസുകൾ OS 1553/2015, OS 717/2017 ഉണ്ടെന്നുള്ളതും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സ്ഥലത്താണ് ഓക്സിലറി ബിഷപ്പായിരുന്ന തറയിൽ തന്റെ ആസ്ഥാനമുണ്ടാക്കിയതും പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടങ്ങൾ പണിതെന്ന വാർത്തയുമായിരുന്നു ഞങ്ങൾ കൊടുത്തത്. ഇതെല്ലാം തറയിൽ ബിഷപ്പിന്റെ സ്ഥാനാരോഹണത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് എന്ന് അവർ പ്രചരിപ്പിച്ചു. സഭ PBLCക്കെതിരെ കോടതിയിൽ കവിയറ്റ് ഫയൽ ചെയ്തു. PBLCക്ക് അങ്ങനെയൊരു ലക്ഷ്യമില്ലാതിരുന്നത് കൊണ്ട് അവർ അങ്ങനെ ഒരു പരാതി കൊടുത്തില്ല, കേസിനും പോയില്ല. സഭ PBLCയുടെ പരാതികൾ പരിഹരിക്കാത്തതിനെ കുറിച്ച് ഞങ്ങൾ ഫോളോ അപ്പ് വാർത്തകളും ചെയ്തിരുന്നു. സഭ ഞങ്ങൾക്കെതിരെ വാർത്തകൾ നൽകുവാൻ പാടില്ല, ഏകപക്ഷീയമായ വിധി സമ്പാദിക്കുവാനായി ശ്രമിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കോടതികളിൽ കവിയറ്റ് ഫയൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തോമസ് തറയിലും ലൂർദ് മാതാ കെയർ സെന്ററിന്റെ ചുമതലക്കാരായ 2 പാതിരികളും തങ്ങൾക്കെതിരെ വാർത്തകൾ നൽകുവാൻ പാടില്ല, നൽകിയ വാർത്തകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഏകപക്ഷീയമായ ഒരു വിധി ഉണ്ടായില്ല. ഇരുകൂട്ടരും റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തു. മെയ് 12 വാദത്തിനായി കേസ് പോസ്റ്റും ചെയ്തു. പക്ഷേ കഴിഞ്ഞ 21-ാം തീയതി അഡീഷണൽ മുൻസിഫ് കോടതി 3 നിന്ന് ഒരു ഇടക്കാല ഉത്തരവിട്ടു. അതിന് പ്രകാരം ഇവർക്കെതിരെ തെറ്റായ അപകീർത്തികരമായ വാർത്തകളൊന്നും ചെയ്യാൻ പാടില്ല, ഞങ്ങൾ നൽകിയ 23 വീഡിയോകൾ നീക്കം ചെയ്യുവാൻ യൂട്യൂബിനോടും ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ചങ്ങനാശ്ശേരി രൂപത സൈബർ ആക്രമണം ആരംഭിച്ചത്. പക്ഷേ ഞങ്ങൾ നൽകുന്നത് അപകീർത്തികരമോ തെറ്റായ വാർത്തകളോ അല്ലല്ലോ. ഇനി അവർ പറയാത്ത മറ്റൊരു ഭാഗം ഞാൻ പറയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു അന്തിമ വിധിയല്ല. ഞങ്ങൾക്ക് അപ്പീൽ പോകുവാൻ നിരവധി മേൽക്കോടതികളുണ്ട്. അതിന് പ്രകാരം ഈ കേസിൽ ഞങ്ങൾ അപ്പീൽ കോടതിയായ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഈ ഉത്തരവ് റദ്ദ് ചെയ്യുന്നതിനായി സ്റ്റേയ്ക്ക് കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു. ഈ കേസിൽ ഞങ്ങൾ അപ്പീൽ പോകുമെന്നുള്ളതിനാലും സ്റ്റേ ഉത്തരവ് പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടാതിരിക്കുവാനും തോമസ് തറയിലും സഹപാതിരിമാരും വീണ്ടും കോടതിയിൽ ഒരു കവിയറ്റും ഫയൽ ചെയ്തു. അതും അവരുടെ അവകാശമാണ്. അവരുടെയും ഭാഗം കേൾക്കണം. ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യുവാൻ കാരണം ഞങ്ങൾ നൽകിയ വാർത്തകൾ ഫേക്ക് അല്ലെങ്കിൽ ഡിഫർമേറ്ററി ആണോ എന്ന് പരിശോധിക്കുവാനുള്ള വാദങ്ങൾ മെയ് മുതൽ നടക്കുവാനിരിക്കെ അതിനു മുൻപ് എങ്ങനെ വീഡിയോ റിമൂവ് ചെയ്യാൻ പറ്റും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചലഞ്ച് ചെയ്താണ്. ഇതിനു മുമ്പ് KP യോഹന്നാനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടരുതെന്ന് മുൻസിഫ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യത്തിൽ ഒരു കണ്ടീഷനായി വെച്ചപ്പോൾ ഞങ്ങൾ അതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. ബഹുമാനപ്പെട്ട ബെച്ചു കുര്യൻ ജഡ്ജിമാർ ഇപ്രകാരം വിധി പ്രസ്താവിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവുമായി ആ കണ്ടീഷൻ അടക്കം അദ്ദേഹം നീക്കം ചെയ്യുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ കവിയറ്റും ഫയൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളാണ് പലപ്പോഴും പല കേസുകൾക്കും തുമ്പുണ്ടാക്കുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. അതുപോലെ ഞങ്ങൾ നൽകിയ വാർത്തകൾ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാർത്തോമാ സഭാംഗങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ വീഡിയോകൾ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ഡിഫർമേഷന് പ്രതിയെ ശിക്ഷിച്ചു കഴിഞ്ഞ ശേഷം കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം വാർത്ത നീക്കം ചെയ്താൽ മതിയെന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയും ഞങ്ങളുടെ കേസിൽ തന്നെ നിലനിൽക്കുമ്പോഴാണ് ഇപ്രകാരം ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം വെച്ച് ഞങ്ങൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയായിരുന്നില്ല. ഒരു അനാഥയായ വൃദ്ധയെ ഒരു സഭയുടെ അധ്യക്ഷനടക്കം വഞ്ചിച്ച വാർത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നൽകുകയായിരുന്നു. മേൽക്കോടതിയിൽ അപ്പീൽ പോയിരിക്കുന്നതിനാൽ യൂട്യൂബും ഞങ്ങൾ നൽകിയ ആ 23 വീഡിയോയും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. പിന്നെ ഈ പ്രൊപ്പഗണ്ടയും പ്രചാരണവും ഒക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അതിൽ തെറ്റില്ല, അതിനവർക്ക് അവകാശവുമുണ്ട്. ഈ കേസിൽ എന്നല്ല ഒരു കേസിലും ഞങ്ങൾ പിന്നോട്ടില്ല. സത്യം ജയിക്കുവാൻ സുപ്രീം കോടതി വരെ ഞങ്ങൾ പോകും. കാരണം ഞങ്ങൾ നൽകിയിട്ടുള്ളത് സത്യസന്ധമായ വാർത്തകളാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാർത്തകളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. മതമേലധ്യക്ഷന്മാർക്കോ സഭകൾക്കോ പ്രത്യേക പദവികളോ ആനുകൂല്യങ്ങളോ ഒന്നും നമ്മുടെ ഭരണഘടന നൽകുന്നില്ല. സത്യസന്ധമായ വാർത്ത നൽകുന്ന ഞങ്ങളെ സ്വാധീനിക്കാൻ പറ്റാതാകുമ്പോൾ പോലീസിനെയോ കോടതിയെയോ ഉപയോഗിച്ച് ഞങ്ങളെ നിശബ്ദമാക്കുവാൻ ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല. കീഴ്ക്കോടതികളിൽ അപ്രകാരം സംഭവിച്ചാലും മേൽക്കോടതികളിൽ നമുക്ക് അഭയം തേടാം എന്നുള്ളതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു അന്തസ്സ്. ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളുടെ വായടപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ശബ്ദമില്ലാത്തവരുടെ നാവിനാണ് പൂട്ടിടുന്നതെന്ന് ഓർക്കണം. സഭയുടെ പണവും വാങ്ങി പ്രീതിയും പറ്റി അവരുടെ ചൂഷണങ്ങൾ ഞങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഞങ്ങൾക്കും യാതൊരു കുഴപ്പവും ഉണ്ടാകുമായിരുന്നില്ല. ഇപ്രകാരം ഒരു വിധിയുടെ മറവിൽ വലിയ സൈബർ ആക്രമണമാണ് സഭ എനിക്കെതിരെയും ITV ന്യൂസിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഭയുടെ സഹായവും പരസ്യവും ലഭിക്കുന്ന മാധ്യമങ്ങൾ ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യുവാൻ അവരോടൊപ്പം നിൽക്കുന്നു. സഭയുടെ മാധ്യമങ്ങളും വിശ്വാസികളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വഴിയാണ് സത്യസന്ധമായ വാർത്ത നൽകിയ ഞങ്ങൾക്കെതിരെ ഒരു താൽക്കാലിക വിധിയുടെ മറവിൽ ആക്രമണം നടത്തുന്നത്. കോടതി സത്യം മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നതുവരെ
ITV ന്യൂസ് നിയമപോരാട്ടം തുടരും എന്നറിയിക്കുന്നു. അവസാനമായി ഒരു പഴയ കഥ പറഞ്ഞു നിർത്താം. മധ്യ തിരുവിതാംകൂറിൽ പണ്ടൊരു രാജാവുണ്ടായിരുന്നു. വരാലുകുതിയൻ എന്നായിരുന്നു ഈ രാജാവ് അറിയപ്പെട്ടിരുന്നത്. സുന്ദരിയായ രാജ്ഞിയെ വേണോ അതോ നല്ല തേങ്ങ അരച്ചു വെച്ച വരാലുകറി വേണോ എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാത്ത അദ്ദേഹം പറയുമായിരുന്നു, രാജ്ഞിയെ എടുത്ത് കിണറ്റിൽ കളഞ്ഞിട്ട് എനിക്ക് വരാലുകറി മതി എന്ന് പറയുന്ന ഒരു രാജ. അതാണ് വരാല് രാജ. വരാല് കണ്ടാൽ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ വേട്ടാവളിയൻ രാജയെക്കുറിച്ച് രാജ്യതലസ്ഥാനത്തുള്ള ഒരു വിദൂഷകൻ രസകരമായ ഒരു കവിത എഴുതി. അന്ന് അതിനെ ഇന്നത്തെ പോലെ വൈറലായി എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും കവിത കയറി അങ്ങ് ക്ലിക്കായി. പ്രജകളെയും പറ്റിച്ച് വരാലിഞ്ഞണ്ണി ക്ലീൻ ഷേവും ചെയ്ത് തൊപ്പിയും ഒക്കെ വെച്ച് നടക്കുന്ന ഈ രാജാവിന് ഈ കവിതയാകെ ക്ഷീണമായി. രാജാവിനെ കാണുമ്പോഴെല്ലാം അതുവരെ മഹാരാജാവേ എന്ന് വിളിച്ചിരുന്നവന്മാർ വരെ വരാല് രാജ വരാല് രാജ എന്ന് വിളിക്കാൻ തുടങ്ങി. പാതിരാത്രി സവാരി ഗിരിഗിരിക്ക് ഇറങ്ങുമ്പോഴും ദാസിമാരി പോലും ദാ വരാല് വരുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചു തുടങ്ങി. കരിപൂണ്ട രാജ തന്റെ ഉച്ചയിൽ പൂടയില്ലാത്ത സേനാനായകനെ വിളിച്ച് കൽപ്പന പുറപ്പെടുവിച്ചു. ആരുടെ നമ്മെ കോനയടിച്ച ആ രാജ്യതലസ്ഥാനത്തുള്ള ആ വിദൂഷകനെ പിടിച്ച് വിവസ്ത്രനാക്കി നമ്മുടെ മുന്നിൽ എത്തിക്കുക എന്ന്. കേട്ടപാടെ കേൾക്കാത്തപാടെ ആ സേനാനായകൻ കരണ്ടടിച്ചെത്ത കാക്കയുടെ പോലുള്ള ആ വിഗ്ഗുമൊക്കെ വെച്ച് രാജ്യതലസ്ഥാനത്തേക്ക് വണ്ടി വിട്ടു. സേനാനായകൻ തലസ്ഥാനത്തെത്തി 18 അടവും പറ്റിയിട്ടും വിദൂഷകനെ പിടുത്തം കിട്ടിയില്ല. അവസാനം വിദൂഷകന്റെ വീടിന് പുറകിൽ അയൽ അലക്കിയിട്ടിരുന്ന വിദൂഷകന്റെ പഴയൊരു കോണകം എടുത്തുകൊണ്ട് സേനാനായകൻ വരാലി രാജയുടെ അടുത്തെത്തി. വരാലി രാജൻ അങ്ങ് ക്ഷമിക്കണം, മഹാരാജൻ ആ വിദൂഷകനെ പഠിച്ച പണി 18 പറ്റിയിട്ടും കിട്ടിയില്ല. പിന്നെ അവന്റെ പഴയൊരു കോണകം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സേനാനായകൻ കിണഞ്ഞു പരിശ്രമിച്ചു എന്ന് മനസ്സിലാക്കിയ വരാലി രാജൻ കോണമെങ്കിൽ കോണകം, ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നാടൊട്ടുക്കും പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്തു. വിദൂഷകന്റെ മേൽമുണ്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കോണകം കിട്ടിയിട്ടുണ്ട് എന്ന്. അത് കേട്ടതും കുറെ പ്രജകൾ വരാൽ രാജയ്ക്ക് കീജയ് വിളിച്ചു. ഈ കഥയ്ക്ക് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണവുമായി എന്തെങ്കിലും ഒരു സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും യാദൃശികം മാത്രം. ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന കിടുങ്ങാമണി ഒരു ഭാരമല്ല എന്ന് പറയുന്നത് പോലെയാണ് സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് കേസുകളും വ്യവഹാരങ്ങളും ഒരു ഭാരമല്ല. അവസാനം ഒരു വേദശകലം പറഞ്ഞ് നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. വ്യവഹാരത്തിന് പോകുന്ന സഭാ നേതാക്കന്മാർ വായിച്ചിരിക്കേണ്ട ഒരു വേദഭാഗമാണിത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാകും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്നതിനാൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ പീഡിപ്പിച്ചു. അതുകൊണ്ട് നീ നിന്റെ വഴിപാട് യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുന്നിൽ വെച്ചിട്ട് ആദ്യം നീ പോയി സഹോദരനുമായി നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് അർപ്പിക്കുക. നിന്റെ എതിരാളിയുമായി കോടതിയിലേക്ക് പോകുമ്പോൾ തന്നെ അവനുമായി വേഗത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കുക. അല്ലെങ്കിൽ നിന്റെ എതിരാളി നിന്നെ ന്യായാധിപന്റെ കയ്യിലും ന്യായാധിപൻ നിന്നെ കാവൽക്കാരന്റെ കയ്യിലും ഏൽപ്പിക്കും, നിന്നെ ജയിലിലും അടയ്ക്കും. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, അവസാനത്തെ കാശ് പോലും കൊടുത്തു തീരുന്നതുവരെ നിന്നെ വിട്ടയക്കുകയില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലാത്തവൻ പോയി. അവസാനമായി ബിഷപ്പ് തോമസ് തറയിലിനോട് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇപ്പോൾ വലിയ നോമ്പ് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വേളയിൽ അങ്ങേക്ക് വിശുദ്ധ ബലിപീഠത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പൊതുജനങ്ങളോട് ഒരു കാര്യം പറയാൻ പറ്റുമോ? PBLCയുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ സഭ 3 കോടി രൂപ വാങ്ങിയിട്ടില്ല എന്ന് ഉറക്ക ലോകത്തോട് വിളിച്ചു പറയാൻ സാധിക്കുമോ? LC കള്ളം പറയുകയാണ് എന്ന് പറയാൻ സാധിക്കുമോ? അപ്രകാരം താങ്കൾക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിശുദ്ധ ബലിപീഠത്തിന് സമീപം നിന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ അപ്രകാരം താങ്കൾ പറഞ്ഞാൽ അന്ന് ഞാൻ ഈ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് ഞാൻ പബ്ലിക്കായി താങ്കളോട് മാപ്പ് പറഞ്ഞ് ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കും. എന്നിട്ട് താങ്കളുടെ ദാസനായി പറയുന്ന പണിയും ചെയ്ത് നിങ്ങളുടെ ചങ്ങനാശ്ശേരി രൂപതയുടെ ഒരു സേവകനായി ഞാൻ ആജീവനാന്ത കാലം ഞാൻ ജീവിച്ചു കൊള്ളാം. ഈ ഒരു വെല്ലുവിളി എടുക്കുവാൻ താങ്കൾ തയ്യാറാണ്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.